ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലീനിയർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് വെക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് 3 വെക്ടർ തന്നിട്ടുണ്ട്. ആ വെക്ടേഴ്സിന് ലീനിയർലി ഡിപെൻഡൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ലീനിയർ ഇൻഡിപെൻഡൻസി എന്താണെന്ന് നോക്കാം. സോ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. നമ്മളൊരു വെക്ടർ സ്പേസ് ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിൻ്റെ അകത്ത് എല്ലാ വെക്ടേഴ്സും കൺസിഡർ ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. V1, V2, V3 അപ് ടു Vn വരെയുള്ള ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. ആ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ഒരു ഇക്വേഷൻ നമുക്ക് വേരിയസ് രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാം. ബട്ട് സ്പെസിഫിക് കണ്ടീഷൻ ഉണ്ട്. നമ്മൾ സ്കെയിലാർ 0 ആകുന്ന കേസിൽ മാത്രമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പാടുള്ളൂ ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സ്. ഇൻ കേസ് നമ്മുടെ സ്കെയിലാർസ് എല്ലാം 0 ആകാതെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സിനെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. നമ്മൾ സ്കെയിലാർസ് 0 ആയിട്ട് മാത്രമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ അതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ സ്കെയിലാർ 0 ആകുന്ന കേസിൽ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ആ ഒരു ഇക്വേഷൻ ഏതെങ്കിലും സ്കെയിലാർ നോൺ സീറോ വരുന്ന കേസിലും സാറ്റിസ്ഫൈ ആകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് വെക്ടേഴ്സ് എന്ന് പറയാം. സോ ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ചെറിയ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. ഇവിടെ നമുക്ക് സെറ്റ് ഓഫ് വെക്ടേഴ്സ് V1, V2 എന്ന് പറഞ്ഞ വെക്ടേഴ്സാണ് നമ്മുടെ സെറ്റിൻ്റെ അകത്തുള്ളത്. V1 1 0 V2 0 1. സോ നമ്മുടെ കണ്ടീഷൻ എന്താ? α1 V1 പ്ലസ് α2 V2 ഈസ് ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷൻ 0 ആണെങ്കിൽ നമ്മുടെ സ്കെയിലാസ് α1 α2 സ്കെയിലാസ് 0 ആയാലേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് സ്കെയിലാസിന് വേറെ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും നമ്മുടെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആകത്തില്ല. സോ ഈ ഒരു വെക്ടേഴ്സിന് നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് എന്ന് പറയാം. സോ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് കേസ് വരുമ്പോൾ ഇവിടെ നമുക്ക് വെക്ടറിൻ്റെ സെറ്റിൽ V1, V2, V3 3 വെക്ടർ ഉണ്ട്. സോ V1, V2 നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ വെക്ടേഴ്സ്. ബട്ട് ഇവിടെ V3 1 1 എന്ന് പറഞ്ഞ ഒരു വെക്ടർ ഉണ്ട്. സോ ഇവിടെ നമ്മൾ നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സ്കെയിലാസിന് 0 അല്ലാത്ത കേസിലും നമ്മുടെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ α1ന് 1 കൊടുക്കുക, α2ന് 1 കൊടുക്കുക ആൻഡ് α3ന് -1 കൊടുക്കുക. സോ ഇങ്ങനെ കിട്ടും. സോ ഇവിടെ നോക്കിയാൽ പറ്റും 1ഉം 1ഉം ക്യാൻസൽ ആയി പോകും ആൻഡ് ഈ 1 ക്യാൻസൽ ആയി പോകും. റെസ്റ്റ് ഓൾ 0 1. സോ 0 0 വരും. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ബട്ട് സ്കെയിലാസ് 0യുമല്ല. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ അതിനെ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് വെക്ടേഴ്സ് എന്ന് പറയും. സോ ഈ ഒരു 3 വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് വെക്ടേഴ്സാണ്. അതായത് ഒരു വെക്ടറിനെ നമുക്ക് മറ്റേ വെക്ടേഴ്സ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് V1, V2 വെക്ടേഴ്സ് ചുമ്മാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V3 കിട്ടും. സോ V3 V1, V2നെ ഡിപ്പെൻഡൻ്റ് ആണ്. സോ അതിൻ്റെ പ്രൂഫായിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ്റെ കണ്ടീഷൻ വന്നിരിക്കുന്നത്. ലീനിയർ ഇൻഡിപെൻഡൻ്റ് കേസിൽ നമ്മുടെ ഈ സെറ്റിൽ നമുക്ക് V2 വെക്ടർ V1 വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല ആൻഡ് V1 വെക്ടർ V2 വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെക്ടേഴ്സിനെ മെട്രിക്സ് ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യുന്നത്. സോ ആ ഒരു കേസിൽ നമ്മൾ വെക്ടർ ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ലീനിയർ ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് ലീനിയർ ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യുന്നത് നോക്കാം. സോ നമുക്ക് മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിറ്റർമിൻ്റ് എടുത്താൽ മതി. സോ ഡിറ്റർമിൻ്റ് എടുക്കുമ്പോൾ ഡിറ്റർമിൻ്റ് 0 ആണെങ്കിൽ നമുക്ക് ആ വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയും. ആൻഡ് ഡിറ്റർമിൻ്റ് എടുക്കുമ്പോൾ ഡിറ്റർമിൻ്റ് നോട്ട് ഈസിക്കൽ ടു 0 ആണെങ്കിൽ ആ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. സോ ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് ഫോർമാറ്റിൽ വെക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ V1, V2, V3 അപ് ടു Vn വരെയുള്ള വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കോളം വൈസ് ആ വെക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇൻ കേസ് നമ്മുടെ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് അല്ലെങ്കിൽ ആ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യുന്നത്. സോ α എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കെയിലാസ് α1, α2, α3 അപ് ടു αn വരെയുള്ള സ്കെയിലാസ് ആൻഡ് A ആണ് നമ്മുടെ വെക്ടേഴ്സ് ഉള്ള മെട്രിക്സ് V1, V2 അപ് ടു Vn വരെയുള്ള. സോ ഈ ഒരു A മെട്രിക്സിൻ്റെ റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ് വെക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എങ്ങനെ എടുക്കുന്നത് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നോക്കാം. ആൻഡ് ഇവിടെ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കെയിലാസ് എല്ലാം 0 ആണെന്ന് പറഞ്ഞല്ലോ, അതിനെയാണ് ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ റാങ്ക് നമ്പർ ഓഫ് വെക്ടേഴ്സിനെക്കാട്ടി ചെറുതാണെങ്കിൽ നമ്മൾ അതിനെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയും. സോ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയും. സോ നമുക്ക് ലീനിയർ ഇൻഡിപെൻഡൻറ്റ് ബേസ് ചെയ്തിട്ട് ഇനിയും പ്രോബ്ലം നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ മെട്രിക്സ് ഫോർമാറ്റ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ലീനിയർ ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. സോ ഡിറ്റർമൈൻ വെദർ ദി ഫോളോയിങ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ്. സോ നമുക്കിവിടെ V1, V2, V3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. സോ A ഈസ് ഈക്വൽ ടു നമ്മൾ V1, V2, V3 വെക്ടേഴ്സ് എഴുതുക.
സോ താഴോട്ട് എഴുതുക. സോ ഫസ്റ്റ് വെക്റ്റർ 0 1 4, സെക്കൻഡ് വെക്റ്റർ 1 0 -3 ആൻഡ് തേർഡ് വെക്റ്റർ 2 3 8. ഡിറ്റർമിൻ്റ് എടുക്കുക. ഡിറ്റർമിൻ്റ് നമുക്ക് കാൽക്കുലേറ്ററിൽ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ മാനുവലി ഇപ്പോൾ ചെയ്തൊക്കെയാണ്. സോ നോർമലി നമുക്ക് എക്സാമിൽ കാൽക്കുലേറ്റർ സോൾവ് ചെയ്താൽ മതി. മെട്രിക്സിൻ്റെ ഡിറ്റർമിൻ്റ് കാൽക്കുലേറ്റർ ഇങ്ങനെ സോൾവ് ചെയ്യുന്നതിൻ്റെ ഷോർട്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്കത് റെഫർ ചെയ്യാം. സോ ഇവിടെ നമ്മൾ എൻ്റെ ഡിറ്റർമിൻ്റ് എടുക്കുമ്പോൾ -2 ആണ് കിട്ടുന്നത്. -2 ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ നമുക്ക് ഈ വെക്റ്റേഴ്സ് v1 v2 v3 എന്ന് പറഞ്ഞ 3 വെക്റ്റേഴ്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ആസ് ഡിറ്റർമിൻ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് 3 വെക്റ്റർ തന്നിട്ടുണ്ട്, v1 v2 v3. ഈ വെക്റ്റേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ആ ഒരു വെക്റ്ററിൻ്റെ റിലേഷൻ എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. സോ നമ്മൾ ലീനിയർ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എ എന്ന് പറഞ്ഞ മെട്രിക്സ് v1 v2 v3 റെപ്രസെൻറ്റ് ചെയ്തു. അതിൻ്റെ ഡിറ്റർമിൻ്റ് എടുത്തു. ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ഈ ഒരു വെക്റ്റേഴ്സ് v1 v2 v3 ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് റിലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. സോ നമ്മുടെ റിലേഷൻ α1 v1 α2 v2 α3 v3 ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ ആൽഫാസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ നമ്മുടെ മെട്രിക്സിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? എ ആൽഫ ഈസ് ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് α1 α2 α3 സോൾവ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതാം. അതായത് നമ്മൾ എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ എന്താ? α1 α2 α3. സോ ഈ ഒരു മെട്രിക്സ് നമ്മൾ റോ റിഡക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. സോ നമ്മൾ മെട്രിക്സിൽ റോ റിഡക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ആ മെട്രിക്സിൻ്റെ സൊല്യൂഷനിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. പിന്നെ റോ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റോ എക്കലോൺ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് റോ റിഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ റോ റിഡക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. സോ R2ൽ നമ്മൾ R2 - R1 ചെയ്തു. R1 റോ നമ്മൾ R2 വെച്ച് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് R2 0 1 -2 എന്ന് കിട്ടി. ആൻഡ് R3നെ നമുക്ക് R3 - 2 R1 എന്ന് എഴുതാം. സോ ഇവിടെ നമുക്ക് 0 3 -6 എന്ന് കിട്ടി. സോ ഇത് നമ്മൾ വീണ്ടും റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? R3 R3 - 3 × R2 എന്ന് എഴുതാം. സോ നമുക്ക് ലാസ്റ്റ് റോ ഫുള്ള് 0 ആയി പോകും. അപ്പോൾ നമുക്ക് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്താ നോക്കാം. റാങ്ക് ഓഫ് ദി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെട്രിക്സിൻ്റെ റോ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് റോ എക്കലോൺ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. റോ എക്കലോൺ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് റോസ് ബിലോ ലീഡിങ് എൻട്രീസ്. ലീഡിങ് എൻട്രീസ് ആണ് പിവറ്റ്. പിവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ റോയിലുമുള്ള ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിനെയാണ് പിവറ്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു പിവറ്റിൻ്റെ അടിയിൽ എൻറ്റയർലി 0 ആയിരിക്കണം. ഓക്കെ, അതാണ് കണ്ടീഷൻ പറയുന്നത്. സോ വൺസ് ദ മെട്രിക്സ് ഈസ് ഇൻ ദിസ് ഫോം കൗണ്ട് ദി നമ്പർ ഓഫ് നോൺ സീറോ റോസ്. സോ ആ ഒരു ഫോർമാറ്റിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് കൗണ്ട് ചെയ്യുക. സോ അതാണ് ആ ഒരു മെട്രിക്സിൻ്റെ റാങ്ക്. സോ നമുക്കിപ്പോൾ റോ എക്കലോൺ ഫോർമാറ്റിലാണ് കിട്ടിയത്. അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ താഴോട്ടുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആണ്. ആൻഡ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റിൻ്റെ താഴോട്ടുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആണ്. തേർഡ് റോയിൽ നോൺ സീറോ എലമെൻറ്റ്സ് ഇല്ല. സോ അത് കൺസിഡർ ചെയ്യേണ്ടത്. സോ ടോട്ടൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. സോ നമ്മുടെ റാങ്ക് ഓഫ് എ 2 ആണ്. ആൻഡ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വെക്റ്റേഴ്സ് 3 ആണ്. സോ 2 < 3 ആണ് വരുന്നത്. അതായത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ പ്രീവിയസ്ലി ഡിറ്റർമിൻ്റ് വെച്ചിട്ട് പ്രൂവ് ചെയ്തായിരുന്നു ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് നമുക്ക് റാങ്ക് വെച്ചിട്ട് ഓൾസോ പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തത്. ആൻഡ് ഫൈനലി നമ്മളിപ്പോൾ കിട്ടിയ മെട്രിക്സ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് റിലേഷൻ ഫോർമാറ്റിൽ കിട്ടും. സോ നമുക്ക് 1 1 5 α1 + α2 + 5 α3 = 0 എന്ന് കിട്ടും. ആൻഡ് ഇവിടെ നമുക്ക് α2 - 2 α3 = 0 എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് നമുക്ക് α2 = 2 α3 എന്ന് കിട്ടും. സോ α3നെ നമുക്ക് k വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹെൻസ് നമുക്ക് α2 = 2k എന്ന് കിട്ടും. ഇത് നമ്മൾ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ α1 + 2k + 5k = 0 എന്ന് കിട്ടും. ഹെൻസ് നമുക്ക് α1 ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് α1 - 7k എന്ന് കിട്ടും. സോ നമ്മൾ α1 α2 α3 നമ്മുടെ മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതുമ്പോൾ -7k 2k k എന്ന് എഴുതും. ആൻഡ് ഇവിടെ നമ്മൾ kന് 1 കൊടുക്കുമ്പോൾ നമുക്ക് സ്കെയിലാസ് -7 2 1 എന്ന് കിട്ടും. സോ ഇത് നമ്മുടെ റിലേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -7v1 + 2v2 + v3 = 0 എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് x, y, z ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഇൻ എ വെക്ടർ സ്പേസ് പ്രൂവ് ദാറ്റ് x + y x + y + z ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ x, y, z നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ആ പ്രൂഫിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ വെക്ടേഴ്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. സോ ഫസ്റ്റ് പ്രൂഫിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ എഴുതാം. വേർ α1 α2 α3 = 0. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? x + y x + y + z ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ലീനിയർ ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ മറ്റേ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. അതായത് സ്കെയിലാർ ഇൻറ്റു ഫസ്റ്റ് സ്കെയിലാർ ഇൻറ്റു സെക്കൻഡ് സ്കെയിലാർ ഇൻറ്റു തേർഡ് = 0.
ഇവിടെ നമ്മൾ നേരത്തെ ആൽഫ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ബീറ്റ വെച്ചിട്ട് നമ്മൾ ഇവിടെ സ്കെയിലാർ റെപ്രസെൻറ്റ് ചെയ്യുക. സോ നമ്മുടെ സ്കെയിലാർ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും നമുക്ക് ഈ ഫോർമാറ്റിൽ കിട്ടും. സോ ഇവിടെ നമുക്ക് എക്സിൻ്റെ ടേം എല്ലാം ഒരുമിച്ചെടുക്കുക, വൈൻ്റെ ടേം എല്ലാം ഒരുമിച്ചെടുക്കുക, ആൻഡ് ഇസഡിൻ്റെ ടേം ഒരുമിച്ചെടുക്കുക. സോ എന്നിട്ട് എക്സിൻ്റെ ടേം നമുക്ക് കോമൺ ഔട്ട് പുറത്തോട്ട് എടുക്കാം. സോ β1 + β2 + β3 ഹോൾ ഇൻറ്റു എക്സ് എന്ന് വരും. ആൻഡ് വൈൻ്റെ കേസിൽ β2 + β3 ഹോൾ ഇൻറ്റു വൈ എന്ന് കിട്ടും. ആൻഡ് നമുക്ക് ഇസഡിൻ്റെ കൂടെ ഒറ്റൊരു ബീറ്റേ ഉള്ളൂ. സോ β3 ഇസഡ് എന്ന് വരും = 0. സോ ഇതിനെ നമുക്ക് സെക്കൻഡ് ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഈ സെക്കൻഡ് ഇക്വേഷൻ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനും ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ലൈക്ക് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ സെയിം ആണ്. അതായത് നമ്മുടെ സ്കെയിലാസ് ആൽഫ 1ന് പകരം ഇവിടെ β1 + β2 + β3 ആൻഡ് ആൽഫ 2ന് പകരം ഇവിടെ β2 + β3 ആൻഡ് ആൽഫ 3ന് പകരം ഇവിടെ β3 ആയി. സോ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ തന്നെയാണ് സെക്കൻഡ് ഇക്വേഷൻ. സോ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. സോ β1 + β2 + β3 = ആൽഫ 1. ആൽഫ 1 എന്താ 0, ആൻഡ് β2 + β3 = ആൽഫ 2. ആൽഫ 2 0, ആൻഡ് β3 = ആൽഫ 3. ആൽഫ 3യും 0. സോ നമുക്ക് ഈ β3 0 എന്ന് കിട്ടി. ഈ β3 0 ആണെന്ന് നമുക്ക് ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം. സോ β2 + 0 = 0 എന്ന് കിട്ടി. സോ β2വും 0 എന്ന് കിട്ടി. സോ β2വും β3യും 0 ആണെന്ന് നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് β1ഉം 0 ആണെന്ന് കിട്ടും. കാരണം β1 + 0 + 0 = 0. സോ β1 0. സോ ദെയർഫോർ നമ്മൾ യൂസ് ചെയ്ത സ്കെയിലാസ് ഏതാണ്? β1, β2, β3. അത് എല്ലാം 0 ആണെന്ന് പ്രൂവ് ആയി. സോ നമുക്ക് എക്സും x+yയും x+y + z ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക് നോക്കാം. താങ്ക് യു.